പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 25-ാം തീയതി ശനിയാഴ്ച. കർത്താവെ, നല്ലൊരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും അവിടുത്തെ വചനങ്ങളനുസരിച്ച് ഏറ്റവും എളിമയോടുകൂടെ അങ്ങയുടെ തിരുമുമ്പാകെ വ്യാപരിക്കാൻ വേണ്ട കൃപ നൽകണമേ. ഞങ്ങളിന്ന് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും, പറയുന്ന വാക്കുകളെയും, ചെയ്യുന്ന ജോലികളെയും, പോകുന്ന സ്ഥലങ്ങളെയും, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും, ഇന്ന ദിവസം ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, തിരുരക്തത്തിൻ്റെ കോട്ടയാൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 23-ാം വചനം ഇന്ന് ധ്യാനിക്കാം. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ചില സമയത്തുള്ള ഈശോയുടെ മൗനം നമ്മെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും. കാനാൻകാരി സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞപേക്ഷിച്ചിട്ടും കർത്താവ് ഒരു വാക്കുപോലും മറുപടി പറയുന്നില്ല. എങ്കിലും അവൾ കരച്ചിൽ നിർത്തിയില്ല. കർത്താവിന് ഇടപെടാതെ നിവൃത്തിയില്ലാതാവുകയും ചെയ്തു. നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് മുൻപിൽ കർത്താവിൻ്റെ മൗനം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം അളക്കലായിരിക്കില്ലേ? പക്ഷേ ഒടുവിൽ നാം ആഗ്രഹിച്ചതിലേറെ തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈശോയെ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, നടന്നാലും നടന്നില്ലെങ്കിലും അങ്ങയോടുള്ള ബന്ധം ഒരുപോലെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവിൻ്റെ കൃപകളാൽ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.